ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. നിത്യജീവിതത്തിൽ പോലീസ് സ്റ്റേഷനുകളുമായും കോടതികളുമായും ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുവരുന്ന ചില വാക്കുകളും നടപടിക്രമങ്ങളുമുണ്ട്. സിവിൽ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുവരുന്ന സമൺസ്, വാറണ്ട്, റിമാൻഡ്, ബെയിൽ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം. ആദ്യമായി എന്താണ് ഒരു സമൻസ് എന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി ഒരു വ്യക്തിക്ക് കോടതി നൽകുന്ന ഒരു ഔദ്യോഗിക അറിയിപ്പാണ് സമൻസ്. ഒരു കേസിൽ സാക്ഷിയായോ പ്രതിയായോ ഹാജരാകാൻ സമൻസിലൂടെ കോടതിക്ക് ആവശ്യപ്പെടാം. സിവിൽ ക്രിമിനൽ കേസുകളിൽ കോടതികൾ സമൻസ് പുറപ്പെടുവിക്കാറുണ്ട്. കൂടാതെ ക്രിമിനൽ നടപടിക്രമങ്ങളനുസരിച്ച് ഒരു കേസിൽ വാദിയായോ പ്രതിയായോ ഒരാളുടെ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിൽ പോലീസിനും സമൻസ് അയക്കാം. അതുകൂടാതെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അവരുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സമൻസ് അയക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ആദായനികുതി വകുപ്പ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികൾക്ക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമൻസ് അയക്കാവുന്നതാണ്. ഒരു കോടതി സമൻസിൽ കോടതിയുടെ പേര്, കേസിൻ്റെ നമ്പർ, ഹാജരാകേണ്ട വ്യക്തിയുടെ പേര്, ഹാജരാകേണ്ട തീയതിയും സമയവും, ഹാജരാകേണ്ട സ്ഥലം, എന്തിനാണ് ഹാജരാകേണ്ടത് തുടങ്ങിയ വിവരങ്ങളുണ്ടാവണം. ഒരു സമൻസ് ലഭിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിലും സമയത്തും കോടതിയിൽ ഹാജരാകേണ്ടതാണ്. ഹാജരാകാൻ സാധിക്കാത്ത പക്ഷം അതിന് മതിയായ കാരണം കോടതിയിൽ ബോധിപ്പിക്കേണ്ടതുമാണ്. ഇനി സമൻസ് കൈപ്പറ്റാതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണ ആദ്യത്തെ സമൻസ് കൈപ്പറ്റാതിരുന്നാൽ വീണ്ടും സമൻസ് അയക്കാറുണ്ട്. സെക്കൻഡ് സമൻസും മടങ്ങിയാൽ കോടതി വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കോടതിയിൽ ഹാജരാകാൻ അറിയിപ്പ് ലഭിച്ചിട്ടും ഹാജരാകാത്ത പക്ഷം എതിർകക്ഷിയുടെ വാദം മാത്രം കേട്ട് കോടതിക്ക് വിധി പുറപ്പെടുവിക്കാം. അതിനു പുറമെ സമൻസ് കൈപ്പറ്റാതിരിക്കുന്നത് കോടതി അലക്ഷ്യമായി കാണുകയും അതിനുള്ള ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി പ്രതിയോ സാക്ഷിയോ വിദേശത്താണെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ എംബസികൾ വഴിയോ കോൺസുലേറ്റുകൾ വഴിയോ സമൻസ് സെർവ് ചെയ്യാവുന്നതാണ്. കൂടാതെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഈ സമൻസ് പോർട്ടലുകൾ വഴിയും ഇപ്പോൾ സമൻസും വാറണ്ടുകളുമൊക്കെ ഡെലിവറി ചെയ്യാൻ കഴിയും. ഇനി വാറണ്ട് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനോ ഒരു സ്ഥലം സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നടപ്പിലാക്കാനോ കോടതി പുറപ്പെടുവിക്കുന്ന നിയമപരമായ ഉത്തരവാണ് വാറണ്ട്. കോടതിയുടെ അധികാരപരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയായിരിക്കും വാറണ്ട് നടപ്പിലാക്കാൻ നിയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള വാറണ്ടുകളുണ്ട്. ആദ്യത്തേത് അറസ്റ്റ് വാറണ്ടാണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. ഒരു കുറ്റകൃത്യത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ കോടതിയിൽ ഹാജരാകാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതായി സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ആണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 70 മുതൽ 81 വരെയും BNSS അഥവാ പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ നിയമം സെക്ഷൻ 72 മുതൽ 81 വരെയുമാണ് അറസ്റ്റ് വാറണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. വാറണ്ടിൽ തന്നെ ബെയിലബിൾ വാറണ്ടും ജാമ്യം കിട്ടാവുന്ന വാറണ്ടും നോൺ ബെയിലബിൾ വാറണ്ട്, ജാമ്യം കിട്ടാത്ത വാറണ്ടുമുണ്ട്. ബെയിലബിൾ വാറണ്ടിൽ ഒരു നിശ്ചിത തുക ജാമ്യമായി നൽകിയോ ഒന്നിലധികം ആൾക്കാരുടെ ആൾജാമ്യത്തിലോ ആയിരിക്കും പ്രതിയെ വിട്ടയക്കുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം കോടതി നിർദ്ദേശിക്കുന്ന തീയതികളിൽ ഹാജരാകേണ്ടതായും വരും. കോടതിയിൽ ഹാജരാകാതിരിക്കുകയോ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ ജാമ്യം റദ്ദാക്കപ്പെടുകയും പ്രതി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാം. നോൺ ബെയിലബിൾ വാറണ്ട് സാധാരണ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കും പ്രതി കോടതിയിൽ ഹാജരാകാതിരിക്കുകയും ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്നതാണ്. നോൺ ബെയിലബിൾ വാറണ്ടിൽ സാധാരണ ജാമ്യം അനുവദിക്കാറില്ല. എന്നാൽ പ്രതിക്ക് കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കാം. കേസിൻ്റെ ഗൗരവവും പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവുമൊക്കെ പരിഗണിച്ചായിരിക്കും കോടതി ജാമ്യം അനുവദിക്കുന്നത്. ഇനി സെർച്ച് വാറണ്ട് എന്താണെന്ന് നോക്കാം. ഒരു സ്ഥലം പരിശോധിക്കാനും തെളിവുകൾ കണ്ടെത്താനുമായി കോടതി നൽകുന്ന ഉത്തരവാണ് സെർച്ച് വാറണ്ട്. ഉദാഹരണമായി മയക്കുമരുന്ന് കച്ചവടമോ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളോ നടത്തുന്ന സ്ഥലങ്ങൾ പരിശോധന നടത്താൻ സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാറുണ്ട്. CRPC സെക്ഷൻ 70 അനുസരിച്ച് എ വാറണ്ട് ഓഫ് അറസ്റ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, അതായത് ഒരു വാറണ്ട് എഴുതിയ രൂപത്തിലായിരിക്കണം. അത് മജിസ്ട്രേറ്റ് സൈൻ ചെയ്തിരിക്കുകയും കോടതിയുടെ സീൽ ഉണ്ടായിരിക്കുകയും വേണം. വാറണ്ട് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ്റെ പേരും ഡെസിഗ്നേഷനും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളിൻ്റെ പേരും അഡ്രസ്സും എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം. കൂടാതെ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണെന്ന് വാറണ്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയും വേണം. വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റും പ്രതിയെ ഹാജരാക്കേണ്ട ഡേറ്റും രേഖപ്പെടുത്തിയിരിക്കുകയും വേണം. ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്ത് വെച്ചും ഒരു അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കാവുന്നതാണ്. ഇനി റിമാൻഡ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അന്വേഷണത്തിനോ വിചാരണയ്ക്കോ വേണ്ടി കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് റിമാൻഡ് എന്ന് പറയുന്നത്. റിമാൻഡ് സാധാരണഗതിയിൽ 2 തരത്തിലുണ്ട്. ആദ്യത്തേത് പോലീസ് റിമാൻഡാണ്.
അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും വേണ്ടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിടുന്നതിനെയാണ് പോലീസ് റിമാൻഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കുറച്ച് ദിവസങ്ങളിലേക്കാണ് അനുവദിക്കുന്നത്. അടുത്തത് ജുഡീഷ്യൽ റിമാൻഡാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതിയുടെ കസ്റ്റഡിയിൽ ജയിലിലേക്ക് അയക്കുന്നതിനെയാണ് ജുഡീഷ്യൽ റിമാൻഡ് എന്ന് പറയുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെയും വിചാരണ നടക്കുന്നതുവരെയുമാണ് ഒരു ജുഡീഷ്യൽ റിമാൻഡ് നീണ്ടു നിൽക്കുന്നത്. ഇനി എന്താണ് ബെയിൽ അഥവാ ജാമ്യമെന്ന് നോക്കാം. ഒരു കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നിയമപരമായ കസ്റ്റഡിയിൽ നിന്നും താൽക്കാലികമായി മോചിപ്പിക്കുക എന്നുള്ളതാണ്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ വിചാരണ തീരുന്നതുവരെ തടങ്കലിൽ വയ്ക്കാതിരിക്കാൻ കോടതി അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ജാമ്യം. CRPC സെക്ഷൻ 436 മുതൽ 439 വരെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ജാമ്യം അനുവദിക്കുന്നത്. CRPCയുടെ പുതിയ വെർഷനായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ 483 ബെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ജാമ്യം ലഭിക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയെ ബെയിലബിൾ ഒഫൻസ് എന്നും നോൺ ബെയിലബിൾ ഒഫൻസ് എന്നും പറയുന്നു. 3 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കാവുന്നതും പിഴയോടും കൂടിയുള്ള കുറ്റകൃത്യങ്ങളെയാണ് ബെയിലബിൾ ഒഫൻസിൽ പെടുത്തിയിരിക്കുന്നത്. മോഷണം, അപകീർത്തിപ്പെടുത്തൽ, മുറിവേൽപ്പിക്കൽ തുടങ്ങിയവ ബെയിലബിൾ ഒഫൻസിൽ പെടും. ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളെയാണ് നോൺ ബെയിലബിൾ ഒഫൻസിൽ പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ജാമ്യം കിട്ടുന്നത് ഒരു അവകാശമല്ലെങ്കിലും ജാമ്യത്തിനായി പ്രതിക്ക് കോടതിയെ സമീപിക്കാം. 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളെയാണ് നോൺ ബെയിലബിൾ ഒഫൻസിൽ പെടുത്തിയിരിക്കുന്നത്. കൊലപാതകം, ബലാത്സംഗം, കൊള്ള, കിഡ്നാപ്പിംഗ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നോൺ ബെയിലബിൾ ഒഫൻസിൽ പെടുന്നവയാണ്. കോടതിക്ക് ഓരോ കേസിൻ്റെയും സ്വഭാവവും സാഹചര്യങ്ങളും പ്രതിയുടെ ക്രിമിനൽ ഹിസ്റ്ററിയുമൊക്കെ പരിഗണിച്ച് ജാമ്യം അനുവദിക്കാനോ നിഷേധിക്കാനോ അധികാരമുണ്ട്. ഇനി ഇൻ്ററിം ബെയിൽ അഥവാ ഇടക്കാല ജാമ്യം എന്താണെന്ന് നോക്കാം. സാധാരണ ജാമ്യമോ മുൻകൂർ ജാമ്യമോ അനുവദിക്കുന്നതിന് മുമ്പ് പ്രതിക്ക് അനുവദിക്കുന്ന ഹ്രസ്വകാല ജാമ്യമാണ് ഇൻ്ററിം ബെയിൽ അഥവാ ഇടക്കാല ജാമ്യം. ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത്. റെഗുലർ ബെയിൽ അഥവാ സ്ഥിരജാമ്യം കേസിൻ്റെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. കേസിൻ്റെ വിചാരണ തീരുന്നതുവരെ ഈ ജാമ്യം നിലനിൽക്കും. പോലീസോ അന്വേഷണ ഏജൻസികളോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർണ്ണ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും റെഗുലർ ബെയിൽ അനുവദിക്കപ്പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കേസിൻ്റെ മെരിറ്റ് പരിഗണിക്കാതെ തന്നെ റെഗുലർ ബെയിൽ അനുവദിക്കാറുണ്ട്. എന്നാൽ ഒരു കേസിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനുള്ള മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്ഥിരജാമ്യം അനുവദിക്കുകയുള്ളൂ. സാധാരണ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം, പ്രതിയുടെ മുൻകാല ചരിത്രം, പ്രതി അബ്സ്കോണ്ട് ചെയ്യാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് സ്ഥിരജാമ്യം നൽകുന്നത്. അടുത്തത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അഥവാ മുൻകൂർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യം എന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജാമ്യത്തിൽ വിടാനുള്ള കോടതി നിർദ്ദേശമാണ്. വ്യാജമായും കെട്ടിച്ചമച്ചതുമായ ജാമ്യം കിട്ടാത്ത കുറ്റങ്ങൾ ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിക്കാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 438 അനുസരിച്ച് ആ വ്യക്തിക്ക് മുൻകൂർ ജാമ്യത്തിനായി സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇത് സെക്ഷൻ 482 മുൻകൂർ ജാമ്യം ലഭിക്കാൻ കോടതിക്ക് ബോധ്യമാകുന്ന കാരണങ്ങളുണ്ടെങ്കിൽ ചില വ്യവസ്ഥകളിന്മേൽ ജാമ്യം അനുവദിക്കാം. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെയുള്ള കുറ്റാരോപണത്തിൻ്റെ ഗൗരവം, മുൻപ് ഏതെങ്കിലും കേസിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം, അയാളുടെ പൂർവ്വചരിത്രം, നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനുള്ള സാധ്യത എന്നിവയാണ് കോടതി പ്രധാനമായി പരിശോധിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് ചില വ്യവസ്ഥകളോടെയാണ്. ആ വ്യവസ്ഥകൾ എന്താണെന്ന് നോക്കാം. മുൻകൂർ ജാമ്യം ലഭിച്ചയാൾ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വിളിക്കുമ്പോഴെല്ലാം ഹാജരാകേണ്ടി വരും. കേസിൻ്റെ വസ്തുതകൾ അറിയാവുന്ന സാക്ഷികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല. മുൻകൂർ ജാമ്യം ലഭിച്ചയാൾ കോടതിയുടെ മുൻകൂർ അനുവാദമില്ലാതെ ഇന്ത്യ വിട്ടുപോകാനും പാടില്ല. ഇതുകൂടാതെ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് ഉപാധിയും ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാ സാഹചര്യത്തിലും മുൻകൂർ ജാമ്യം അനുവദനീയമല്ല. മയക്കുമരുന്ന് നിയമത്തിലോ പോട്ടാ നിയമത്തിലോ പട്ടികജാതി പട്ടിക പീഡന നിയമത്തിലോ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതല്ല. അബ്കാരി കേസുകളിലും മുൻകൂർ ജാമ്യം അനുവദിക്കാറില്ല. ഇനിയുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അഥവാ ഡിഫോൾട്ട് ബെയിലാണ്. സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം ഒരു പ്രതിക്ക് ലഭ്യമാകുന്ന അവകാശമാണ്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്ത പക്ഷം പ്രതി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യത്തിന് അർഹനാകും. CRPC സെക്ഷൻ 167(2) പ്രകാരം കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് 60 ദിവസത്തിനകമോ 90 ദിവസത്തിനകമോ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഈ കാലയളവിൽ അന്വേഷണ ഏജൻസി ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്ത പക്ഷം പ്രതിക്ക് ഡിഫോൾട്ട് ജാമ്യം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം അവകാശപ്പെടാം. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ പ്രതി തയ്യാറാകുകയാണെങ്കിൽ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്യും.
സമൺസ്, വാറണ്ട്, റിമാൻഡ്, ബെയിൽ എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരണം മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിട്ടത്. ഇവയെക്കുറിച്ചെല്ലാം വിശദമായി പറയാനുണ്ടെങ്കിലും വ്യൂവേഴ്സിൻ്റെ ഈ വിഷയത്തിലെ പ്രാഥമിക അറിവിനായി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, take care.